നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോണേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോശം അവസ്ഥ ജീവിതത്തിൽ വർത്തിച്ചത്? നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് നല്ല സുഖത്തിൽ ജീവിച്ച ഒരാളാണെങ്കിൽ പെട്ടെന്നൊരു കഷ്ടപ്പാട് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കും, ദൈവം എന്താണ് എനിക്ക് ഇങ്ങനെ വർത്തിച്ചതെന്ന് നമ്മൾ വിചാരിക്കില്ലേ? പക്ഷേ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഒരു കയറ്റും ഇറക്കം ഉണ്ടാവുക. നമ്മൾ അതിന് വേണം, നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അങ്ങനെ വേണം കരുതാനായിട്ട്. ഇത് മാറിപ്പോവും, പിന്നെ സുഖം വരും, കഷ്ടപ്പാട് വരും. എന്നും ഒരുപോലെ സുഖമാണെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ വില മനസ്സിലാവില്ലല്ലോ, നമുക്ക് ഒന്നിൻ്റെ വില മനസ്സിലാവില്ലേ? കഷ്ടപ്പാടും കൂടെ വന്നാലല്ലേ നമുക്ക് എല്ലാത്തിനും വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആരും പറഞ്ഞു നടക്കാറില്ല എന്ന് മാത്രം. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നു പോയപ്പോൾ എനിക്ക് ആശ്വാസമുള്ള ഒരു 3 കാര്യങ്ങളാണ്. ഞാൻ ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചെങ്കിലും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതെല്ലാം ഉപകാരപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിച്ചു നിർത്തുന്ന കാര്യമില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ദിവസം നമ്മളിൽ കൂടുതലും കടന്നു വരുന്നത് നെഗറ്റീവ് ചിന്തകളാണ്. അത് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല, എനിക്കായാലും നിങ്ങൾക്കായാലും അത് തന്നെയാണ് അവസ്ഥ. അതിനെ മറികടക്കാനായിട്ട് നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ അതിൽ 4 പേരും ചിലപ്പോൾ നെഗറ്റീവായിരിക്കും, ഒരാൾ മാത്രമാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലായാൽ പരമാവധി അവരോട് സംസാരിക്കാണ്ടിരിക്കുക. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. നമ്പർ 2, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന കേൾക്കാതിരിക്കുക. കാരണം ചിലർക്ക് അതൊരു ഹോബിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടം കൂടി ഓരോരുത്തരായിട്ട് ഇരുന്ന് മോശമായിട്ട് പറയുന്നവരെ. കൂടുതലും പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാരാണ് അങ്ങനെ പറയാം. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, 2 അവിടെ നിന്ന് സ്കിപ്പായി മാറിപ്പോവുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാം. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കുറ്റമല്ലല്ലോ പറയണ്, സത്യമല്ല പറയണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ കുറ്റം ആയാലും സത്യമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മറ്റൊരാളെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ കർമ്മ നമുക്കുണ്ടാവും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് നമ്മൾ വിചാരിക്കുന്നത് ശരിയുള്ള കാര്യമാണ്, പക്ഷേ തെറ്റായിരിക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരാളെ ദേഷ്യത്തിൽ നിന്ന് നോക്കിയാൽ പോലും നമ്മുടെ അത് കർമ്മദോഷമായിട്ട് വരുന്നതാണ് പറയാം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി കർമ്മദോഷം വരുത്തി വയ്ക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മമാണെങ്കിലും ദോഷം കർമ്മമാണെങ്കിലും എല്ലാതും നമ്മൾ ആരും കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ ചെയ്താലും പറഞ്ഞാലും എല്ലാം കാണുന്ന ഒരാളുണ്ട്, പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി. അതിന് നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടും. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന് നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ റിട്ടേൺ എന്തായാലും ഉണ്ടാവും. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഓരോരുത്തരുടെ വീഡിയോസിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ അറിയാം, ചിലപ്പോൾ അവർ നല്ല വീഡിയോസ് ആയിരിക്കാം, പക്ഷെ എത്ര പേരാണ് മോശം കമൻസ് എന്ന് പറയുന്നത്. അതുപോലെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ താരം താഴ്ത്തി കാണിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ മോശം കമൻസ് ഇടുക, അവരൊക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ കർമ്മഫലമാണ്. അവർക്ക് അതിൻ്റെ ദോഷം എന്തായാലും വരും. നമ്മൾ കാരണം മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ കർമ്മഫലം നമ്മൾ ഇപ്പുറത്ത് അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല ഇതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മഫലം അനുഭവിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. നമ്പർ 3, മറ്റുള്ളവരെ തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയും കമ്പാരിസൺ ചെയ്യാണ്ടിരിക്കുക. താരതമ്യപ്പെടുത്തുന്ന ഈ ഒരു കാര്യമില്ലേ, അത് വേണ്ടാത്തൊരു കാര്യമാണ്. പലർക്കും പല കഴിവുകളായിരിക്കും, പല ചിന്തകളായിരിക്കും, പല പ്രവർത്തികളായിരിക്കും. നമ്മളാരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കഴിവുകളാവില്ല നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങളുടെ കഴിവാവില്ല നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുക. പലർക്കും പല കഴിവുകളായിരിക്കും. ആരും തമ്മിൽ കമ്പാരിസൺ ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നമ്മൾ 100% കൊടുത്ത് ചെയ്യുക. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പരമാവധി വേഗത്തിൽ നേടിയെടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്യാനും മറ്റുള്ളവരെ പറ്റി ആലോചിച്ചിരിക്കാനും ചെയ്യാതിരിക്കുക. പിന്നെ ഈ നന്മ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ പെട്ടെന്ന് എവിടെയും എത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിന്മ ചെയ്യുന്ന ആൾക്കാരെ പറ്റി ആലോചിച്ചിരിക്കലാണ് അവരുടെ പണി. ഈ തിന്മ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അവരാരെ പറ്റി ആലോചിക്കില്ല, അവരുടെ വർക്കിൽ ഫുൾ കോൺസെൻട്രേഷൻ ആയിരിക്കും. നമ്മൾ നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് അയ്യോ അവരെന്തിങ്ങനെ ചെയ്യണ്, അവർക്ക് അതിന് ദോഷം വരില്ലേ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ നമ്മുടെ സമയം കളയും. അതുകൊണ്ട് ആരെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മളെ പറ്റി ആലോചിച്ചിരിക്കുക, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ ലക്ഷ്യത്തിനെ പറ്റി ആലോചിച്ചിരിക്കാനോ മറ്റുള്ളവരുടെ ജീവിതം എന്താണ് ഇങ്ങനെയെന്നൊന്ന് ആലോചിച്ചിരിക്കാനോ ആരും നിൽക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള 3 കാര്യങ്ങൾ ഞാനിന്ന് പറയണേ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതിൻ്റേതായ മാറ്റം എന്തായാലും ഉണ്ടാവും.
നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത്. നിങ്ങളെ മുന്നിലേക്ക് പ്രപഞ്ചം ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് തരുന്ന തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷങ്ങൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കുക. നമ്മളെല്ലാം നേടി കഴിഞ്ഞിട്ട് നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത് നമ്മുടെ ലക്ഷ്യം, രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. നമ്മുടെ ആരോഗ്യം വീക്കായിട്ട് പിന്നെ നമ്മുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാലും അത് അനുഭവിക്കാനായിട്ട് നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം നിങ്ങൾ ഒരുപോലെ കൊണ്ടുപോവുക, ഒരു ഭാഗത്തും നിങ്ങൾ വീഴ്ച വരുത്തരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. താങ്ക്സ് യൂണേഴ്സ്, താങ്ക്സ് ഓൾ. എല്ലാവർക്കും ടാറ്റ, ബൈ.